അടൽ ക്യാൻറ്റീനുകളുമായി തൃപ്പൂണിത്തുറ നഗരസഭ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് രണ്ടിടത്ത് അടൽ ക്യാൻറ്റീനുകൾ ആരംഭിക്കുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തി. വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ളതാണ് ബി ജെ പി ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയുടെ ജനകീയ ബജറ്റ്. 200 കോടിയോളം രൂപ ചെലവ് കണക്കാക്കുന്നതാണ് വൈസ് ചെയർപേഴ്സൺ രാധിക വർമ്മ അവതരിപ്പിച്ച ബജറ്റ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ സൗകര്യങ്ങൾ സംയോജിപ്പിച്ച് ആധുനിക ബസ് ടെർമിനൽ സ്ഥാപിക്കുന്നതിന് 100 കോടി രൂപ വകയിരുത്തി. നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. നിലവിലെ കാനകൾ ശുചീകരിക്കാനും പുതിയ കാനകൾ നിർമ്മിക്കാനും 1,50,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരമായി ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് വകമാറ്റിയത്. അത്തച്ചമയം അന്തർദേശീയ ഉത്സവമാക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഘോഷയാത്രയായി അത്തച്ചമയ ഘോഷയാത്രയെ മാറ്റുമെന്നും ബജറ്റ് പ്രഖ്യാപനമുണ്ട്. അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് സ്വയം പര്യാപ്തത നേടുന്നതിനായും വിവിധതരം കരകൗശല നിർമ്മാണത്തിൽ ട്രെയിനിങ് നൽകും. മത്സ്യകൃഷി വളർത്തൽ, കൂൺ കൃഷി എന്നിങ്ങനെ വിവിധ ട്രെയിനിങ് പരിപാടികൾ സംഘടിപ്പിക്കും. നഗരത്തിൽ വെള്ളക്കെട്ട് ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നു. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വാട്ടർ ലെവൽ ടെസ്റ്റ് നടത്തി കാനകൾ പുനർനിർമ്മിക്കുകയും പുതിയ കാനകൾ നിർമ്മിക്കുകയും ചെയ്യും. ഭൂരഹിതർക്ക് വീട് നിർമ്മാണത്തിന് 2 കോടി രൂപയും നഗരത്തിൽ ഗാലറി നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയും അഡ്വാൻസ് ഡയഗ്നോസ്റ്റിക് ഹബിന് 50 ലക്ഷം രൂപയും പുതിയ അങ്കണവാടികൾ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ബജറ്റെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PL ബാബു പറഞ്ഞു. ഉച്ചഭക്ഷണ പദ്ധതി 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുക, പ്രഭാത ഭക്ഷണം നൽകുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിൽ അടൽ ക്യാൻറ്റീൻ ആരംഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടുത്തെ വെൽനസ് സെന്ററുകൾ, അതിന്റെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ എത്തിയിട്ടില്ല. ഇവർക്ക് വേണ്ടിയിട്ട് വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് നഗരത്തിലെ മുഴുവനും ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് നായകളുടെ പരിപാലനവും അവരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് നായകൾക്ക് ഒരു ഷെൽട്ടർ പണിയാനായിട്ട് ഈ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപയും വനിതാ സംരംഭകരുടെ ധനസഹായത്തിനായി 50 ലക്ഷം രൂപയും വകയിരുത്തി. ഡീറ്റലൈസേഷനിൽ ബജറ്റ് വിവരങ്ങളടക്കം വിരൽത്തുമ്പിലെത്തിക്കാൻ കൗൺസിലർമാർക്ക് ടാബുകളും വിതരണം ചെയ്തു. ജനം, കൊച്ചി.